ബാർക്കോഴയിൽ കോൺഗ്രസ് നേതാക്കൾ കുടുക്കിയെന്ന നിലപാട് കടുപ്പിച്ച് കെ.എം. മാണി. പ്രശ്നപരിഹാരത്തിനുള്ള യു.ഡി.എഫ് യോഗം മാണി വിഭാഗം ബഹിഷ്കരിച്ചു. നേമത്തെ വോട്ട് ചോർച്ചയിൽ ജെ.ഡി.യു അന്വേഷണം ആവശ്യപ്പെട്ടു. ബാർക്കോഴയിൽ കെ.എം. മാണിയെ കുടുക്കുന്നതിന് മുൻകൈയെടുത്തത് രമേശ് ചെന്നിത്തലയാണെന്ന് മാണി വിഭാഗം മുഖപത്രം പ്രതിച്ഛായ വിമർശിച്ചിരുന്നു. രമേശിന്റെ വസതിയിലായിരുന്നു യു.ഡി.എഫ് യോഗം. പ്രതിഷേധം പ്രകടമാക്കി മാണി വിഭാഗം നേതാക്കൾ ആരും യോഗത്തിനെത്തിയില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫോണിൽ വിളിച്ചെങ്കിലും മാണി സംസാരിച്ചില്ലെന്നാണ് വിവരം. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോണിൽ കെ.എം. മാണി കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ വിസമ്മതിച്ചു. മാണി ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നുവെന്ന് പി തങ്കച്ചൻ. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഇന്നത്തെ സബ്ജക്ട് കമ്മിറ്റിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ നേതാക്കളുടെ യോഗത്തിൽ, കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. വരുന്ന മാസം 6-നും 7-നും ചേരുന്ന കേരള കോൺഗ്രസ് നേതൃക്യാമ്പ് വരെ അനുനയ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന കടുത്ത നിലപാടും കെ.എം. മാണി സ്വീകരിച്ചതായി സൂചനയുണ്ട്. നേമത്തെ വോട്ട് ചോർച്ചയിൽ പരിശോധന വേണമെന്ന് ജെ.ഡി.യു ആവശ്യപ്പെട്ടു. ആതിരപ്പള്ളി പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് രമേശ് ചെന്നിത്തല യോഗത്തിൽ വെച്ചു. 4-ന് ചേരുന്ന യു.ഡി.എഫ് യോഗം ഇക്കാര്യം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐക്ക് തിരിച്ചടി. സലിംരാജ് ഉൾപ്പെടെ 22 പ്രതികളെ ഒഴിവാക്കി സിബിഐ സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ചു. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി ഉത്തരവിട്ടു. 22 പ്രതികളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്നും കോടതി വിമർശിച്ചു. ഈ മാസം 21-നാണ് സിബിഐ കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീംരാജ്, ഭാര്യ ഷംഷാദ് ഉൾപ്പെടെ 22 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഈ കുറ്റപത്രമാണ് സിബിഐക്ക് കനത്ത തിരിച്ചടി നൽകി ജഡ്ജി പി.വി. ബാലകൃഷ്ണൻ തിരിച്ചയച്ചത്. 2014-ൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ 27 പ്രതികളാണുണ്ടായിരുന്നത്. എന്നാൽ സലീംരാജും ഭാര്യയും ഉൾപ്പെടെ 22 പേരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് സിബിഐയുടെ കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്ന് പ്രത്യേക സിബിഐ കോടതി ജഡ്ജി വിമർശിച്ചു. ഇത് സപ്ലിമെന്ററി കുറ്റപത്രമാണെന്നോ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതി തിരിച്ചയച്ചത്. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും 23-ന് തുറന്ന കോടതിയിൽ ജഡ്ജി പി.വി. ബാലകൃഷ്ണൻ സിബിഐയോട് ഉത്തരവിട്ടു. 2014-ൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ 2015-ലാണ് സലീംരാജിനെ അറസ്റ്റ് ചെയ്തത്. 15.88 ഏക്കർ ഭൂമിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 2008-ലാണ് പുറംലോകമറിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐ ഫയൽ ചെയ്ത കുറ്റപത്രം തിരിച്ചയച്ചുകൊണ്ടുള്ള പ്രത്യേക കോടതി ഉത്തരവ് സിബിഐയുടെ കേരള ഘടകത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ. സിബിഐ ഫയൽ ചെയ്ത എഫ്ഐആറിൽ സലിംരാജും ഭാര്യയും ഉൾപ്പെടെ 27 പ്രതികളുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ സലിംരാജിനെയും ഭാര്യയും ഉൾപ്പെടെ പ്രധാന പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സിബിഐ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും വി.എസ്. പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുണ്ടായ വാഹനാപകടത്തിൽ 6 മലയാളികൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയി മടങ്ങവെയാണ് അപകടമുണ്ടായത്. വൈകിട്ട് 4:30ഓടെ പെരിയകുളത്തിന് സമീപം വട്ടൽഗുണ്ടിലായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ഇടുക്കി തങ്കമണി സ്വദേശികളായ 6 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഒരാളെ ഗുരുതരാവസ്ഥയിൽ പരിക്കുകളോടെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒട്ടലാങ്കൽ വീട്ടിൽ ഷൈൻ, മുളരാനിക്കൽ വീട്ടിൽ ബേബി, കരിപ്ല പറമ്പിൽ ബിനു, വെട്ടുകാടിൽ വീട്ടിൽ അജീഷ്, പടലാംകുന്നേൽ മോൻസി, തങ്കമണി സ്വദേശി ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത്. വാഴയിൽ വീട്ടിൽ ഷൈനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മരിച്ചവരുടെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ അമിത വേഗത്തിലായിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ദിവസമാണ് 7-അംഗ സംഘം വേളാങ്കണ്ണിയിലേക്ക് യാത്ര തിരിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരനെ ഒരു സംഘം മർദ്ദിച്ചു. പെരുമ്പിലാവ് സ്വദേശി പി ജിംഷാറിനാണ് മർദ്ദനമേറ്റത്. പുറത്തിറങ്ങാനുള്ള നോവലിന് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന് പേരിട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. രാത്രിയാണ് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരൻ പി ജിംഷാറിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. 10:30-യോടെ 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിംഷാർ പോലീസിന് മൊഴി നൽകി. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം. പെരുമ്പിലാവ് സ്വദേശിയായ ജിംഷാർ കൂറ്റനാടുള്ള ഉമ്മയുടെ വീട്ടിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു മർദ്ദനമേറ്റത്.
നട്ടലിന് പരിക്കേറ്റ ജിംഷാർ കൂറ്റനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് പടച്ചോന്റെ ചിത്ര പ്രദർശനം എന്നുള്ള ഒരു കഥാസമാഹാരം DC അടുത്ത മാസം 5-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ കവർ പിക്കായ സേവനത്ത് നാട്ടിലൊരു പയ്യൻ പിന്നെ വളരെ മോശമായ രീതിയിൽ വാട്സപ്പിൽ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും നീ നാട്ടിലെത്തിയാൽ നിന്നെ കാണിച്ചു തരാമെന്നുള്ളൊരു ത്രെറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ന്യായമായിട്ട് സംശയിക്കുന്നത് ഈ പയ്യനെയും കൂനമുച്ചി പ്രദേശത്തെ SDK അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനയിലെ ചെറുപ്പക്കാരെയാണ്. ഈ ഇഷ്യൂ ന്യായമായിട്ടും എനിക്കിപ്പോൾ സംശയമുള്ളൂ. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജിംഷാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പുതിയ നോവലായ പടച്ചോന്റെ ചിത്ര പ്രദർശനം അടുത്ത മാസം 5-ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ജിംഷാറിന് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോടിയേരി ബാലകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ പയ്യന്നൂരിലെ പ്രസംഗം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് VM സുധീരൻ. കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. കോടിയേരി ആക്രമണത്തിന് ആഹ്വാനം ചെയ്തെന്ന പ്രചാരണം തെറ്റെന്ന് P ജയരാജൻ അഭിപ്രായപ്പെട്ടു. ആക്രമണം നടത്തുന്ന RSSുകാർക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് കോടിയേരി പറഞ്ഞതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. പരസ്യമായി നിയമലംഘനം നടത്തി അണികളെ അക്രമത്തിന് പ്രേരിപ്പിച്ച കോടിയേരിക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടി സ്വീകരിക്കണം. ഒരു വലിയ കലാപത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് അണികളെ പ്രേരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായ പ്രസംഗത്തിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. സഖാവ് കോടിയേരി ഒരു അക്രമത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. സഖാവ് കോടിയേരിയുടെ പ്രസംഗം RSS നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉള്ളത്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കായിക പരിശീലനം കൂടി നൽകണമെന്നാണ് CPIMന്റെ നിലപാടെന്ന് മന്ത്രി KK ശൈലജ. അത് ആരെയും ആക്രമിക്കാനല്ല, പ്രതിരോധമുണ്ടാക്കാനാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ തെറ്റില്ലെന്നും ശൈലജ ടീച്ചർ മലപ്പുറത്ത് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ അല്ലെങ്കിൽ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ കോടിയേരി എന്താ പറഞ്ഞതെന്നുള്ളത് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല പത്രത്തിലൊന്നും. കോടിയേരിയായിട്ട് ഞാൻ നേരിട്ട് ഇന്നലെ മുതൽ കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയും. കായികമായിട്ട് CPM എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്കെതിരെ ധാരാളം അതിക്രമങ്ങൾ വരുന്ന ഒരു സമൂഹത്തിൽ മാനസികമായും കായികമായും സ്ത്രീകൾ കരുത്താർജിക്കണമെന്ന് CPM എപ്പോഴും പറയും. അത് ആരെയെങ്കിലും കരുതി കൂട്ടി ആക്രമിക്കാനല്ല, നല്ല പ്രതിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ CPIM ബംഗാൾ ഐക്യദാർഢ്യ വാരം ആചരിക്കും. CPIM പ്രവർത്തകർക്ക് നേരെയും പ്രതിപക്ഷ പാർട്ടികളിലെ പ്രവർത്തകർക്ക് നേരെയും നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും പശ്ചിമ ബംഗാളിലെ സഖാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഇത്. ഐക്യദാർഢ്യ വാരാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് ഐക്യദാർഢ്യം. തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐക്യദാർഢ്യ വാരാചരണം ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതി വളപ്പിലും 200 മീറ്റർ ചുറ്റളവിലും പ്രകടനങ്ങളും സംഘം ചേരലും ഹൈക്കോടതി നിരോധിച്ചു. ഇക്കാര്യം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലേക്കാണ് കോടതി സ്വമേധയാ എടുത്ത പൊതുതാൽപര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജുഡീഷ്യൽ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളുടെ വിശാല താൽപര്യം പരിഗണിച്ചാണ് നിർദ്ദേശമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നിയമപരമായ മറ്റവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതുമാണ് ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ കടമയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയെ ആശ്രയിക്കുക എന്ന സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ആവശ്യത്തെ ഒരു തരത്തിലും വ്യക്തിപരമോ സംഘടിതമോ ആയ പ്രവൃത്തികളിലൂടെ തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാനാവില്ല. കോടതികളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നത് നിയമപരമായും ഭരണഘടനാപരവുമായ ചുമതല. കോടതികളിൽ പൗരന്മാർക്ക് യഥാസമയം എത്തിച്ചേരാൻ സാഹചര്യം ഉണ്ടാകണം. അതിനാൽ കോടതികൾ യാതൊരുവിധ കടന്നുകയറ്റത്തിനും വേദിയാകരുത്. ഹൈക്കോടതി സമുച്ചയം, സമീപ പ്രദേശത്തെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, രാംമോഹൻ പാലസ് എന്നിവിടങ്ങളിൽ നിയമവിരുദ്ധമായി അതിക്രമിച്ചു കയറുകയോ വ്യക്തികൾക്ക് നേരെ ആക്രോശിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പോലീസ് നിയമാനുസൃതം നടപടിയെടുക്കണമെന്നും കാലാകാലങ്ങളിൽ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ചെലവിൽ ഈ ഉത്തരവ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കാനാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി PRO ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇമെയിൽ മുഖേന മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബീജിംഗിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. കാറിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടയിലാണ് ഇവരെ പാർക്കിലെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പാർക്കിലെ സൈബീരിയൻ കടുവയുടെ ആക്രമണത്തിനാണ് ഇവർ ഇരയായത്. ബീജിംഗിലെ ബദലിംഗ്
വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് സംഭവം. ആക്രമണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീയെ കടുവ ആക്രമിച്ച് റോഡിലൂടെ വലിച്ചൊഴിച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ CCTV പതിഞ്ഞത്. സ്ത്രീയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അക്രമാസക്തനായ കടുവയുടെ മുൻപിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ആക്രമണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെങ്കിലും സ്ത്രീയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. 6000 ഏക്കർ പ്രദേശത്ത് പരന്നുകിടക്കുന്ന പാർക്കിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുമതിയുണ്ടെങ്കിലും വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ അനുമതിയില്ല. ഇത് മറികടന്ന് പുറത്തിറങ്ങിയതിനെ തുടർന്നാണ് ഇവർ ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ഡെസ്ക്. രജനീകാന്തിന്റെ കബാലിക്ക് കാലിടറുന്നു. നിർമ്മാതാവിന് ലാഭമെങ്കിലും വിതരണക്കാർക്ക് കൈപൊള്ളുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നേരത്തെ രജനീകാന്തിന്റെ ലിംഗ പരാജയപ്പെട്ടപ്പോൾ വിതരണക്കാർക്ക് വൻ നഷ്ടം വരികയും രജനീകാന്ത് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിരുന്നു.